അല്ല, അതാണ് ഞാൻ അടുത്ത് പറയുന്നത്. നിങ്ങൾ കേൾക്കേണ്ടത് ഈ കേസിലേക്ക് തന്നെ വരാം. അല്ല, ശരി, വ്യക്തതയ്ക്കാണെന്ന് ഞാൻ പറയുന്നത്. ഈ സാങ്കേതിക പ്രശ്നം ഞാൻ പലതവണ ആവർത്തിച്ചിട്ടും അങ്ങക്ക് തെரியപ്പെടാത്തത് കാരണം എനിക്ക് അങ്ങയോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, പബ്ലിക്കലി അവൈലബിൾ ആയ ഒരു ഡോക്യുമെന്റ് ഉണ്ട്, ഈ നിയമം. ആ നിയമം തന്നെ വായിച്ചു നോക്കിയാൽ വിഷയം തീർന്നില്ലേ? രജിസ്ട്രേഷനാണോ അപ്ലോഡാണോ എന്നപ്പോൾ മനസ്സിലാവും. ഇനി രണ്ട് പറയട്ടെ, തീർന്നില്ല. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇതുണ്ടല്ലോ, അത് പബ്ലിക് ഡോക്യുമെന്റ് ആണ്. അങ്ങ് പറഞ്ഞൊരു കാര്യത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. അത് ഈ പറയുന്ന ഭൂമി തന്നെ 1950 മറ്റോ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ കഥ. ഞാൻ എൻ്റെ നാൾവഴിയിലേക്കൊന്നും മടങ്ങി പോകുന്നത് നല്ലതുമല്ല, അത് ശരിയാവില്ല. എന്നാൽ ഇപ്പോഴെന്താ പ്രശ്നം? 2008 ഈ പ്രശ്നം ഉയർന്നു വരുന്നത്. ഇത് അന്യാധീനപ്പെട്ടു എന്നെല്ലാം പറയുന്ന വിഷയം ഉയർന്നു വരുന്നത്. താങ്കളുടെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. താങ്കൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ 2008 ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അതായിരുന്നു അന്നത്തെ വാർത്ത. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാധ്യമവും ചന്ദ്രികയൊക്കെയാണ് വാർത്ത പ്രധാനമായും കൊണ്ടുവരുന്നത്. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇത് സംബന്ധിച്ച് ചില കമ്മീഷനോ അന്നത്തെ കാര്യം കേട്ടോ, പഴയ കാര്യമാണ്. ഏറ്റവും ഒടുവിൽ 2019 മെയ് മാസം 20 ഞാൻ നേരത്തെ പറഞ്ഞ അന്നത്തെ വഖഫ് ബോർഡാണ് ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ താങ്കൾ ചോദിച്ചത് പ്രകാരം 2019 മെയ് 20 ഈ തീരുമാനമെടുത്ത് 25/9/2019 അത് അന്നത്തെ ബോർഡ് രജിസ്റ്റർ ചെയ്യുന്നത് വരെ മേൽപ്പറഞ്ഞ ഈ പബ്ലിക് ഡോക്യുമെന്റായ വഖഫ് രജിസ്റ്ററിൽ മുനമ്പത്തെ സ്വത്തുവകകളില്ല. മനസ്സിലായാൻ പറഞ്ഞേ? ഞാൻ അങ്ങ് പറഞ്ഞതിൽ തന്നെ വി ഡി സതീശനുള്ള മറുപടിയുണ്ട്. താങ്കൾ ഈ ചോദിച്ച കൗതുകരമായ ചോദ്യം ശ്രീ വി ഡി സതീശനോട് ചോദിക്കണം, പറഞ്ഞു കൊടുക്കണം. നിങ്ങളീ പറഞ്ഞ മുനമ്പത്തെ ഭൂമി ഇതിന്റെ ആധികാരികമായി, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം, രജിസ്റ്റർ ചെയ്യപ്പെട്ട വഖഫുകളെ സംബന്ധിച്ച ആധികാരിക രേഖയായ പബ്ലിക് ഡോക്യുമെന്റായ വഖഫ് രജിസ്റ്ററിൽ UDFന്റെ വഖഫ് ബോർഡ് 25/9/2019 അത് ഉൾപ്പെടുത്തുന്നത് വരെ താങ്കളുടെ ആശങ്ക ശരിയാണ്, ഇതിനകത്തില്ല, രജിസ്റ്ററിലില്ല. അത് ഉൾപ്പെടുത്തിയത് അവരാണ്. ഞങ്ങളിപ്പോൾ ചെയ്തതാണ്, അവരെന്ന് ഉൾപ്പെടുത്തിയത് ഇപ്പോഴത്തെ നിയമപ്രകാരം ഇപ്പോഴത്തെ ബോർഡിന് അതേ ചെയ്യാൻ പറ്റൂ. 8/4/2025 മുതൽ അതിനു മുമ്പ് ഏതെല്ലാം ഉണ്ടോ അതെല്ലാം അപ്ലോഡ് ചെയ്യണം. അതിപ്പോൾ ചെയ്തു എന്ന് മാത്രമേ സാങ്കേതികമായ ഒരു കാര്യം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് അങ്ങ് ചോദിച്ചു, ഈ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുന്നതാണ് തെറ്റ് എങ്കിൽ ആ തെറ്റ് ചെയ്ത ഞങ്ങളല്ല. ശ്രീ വി ഡി സതീശന്റെ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് വഖഫ് ഭൂമിയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ, എന്റെ വാക്കല്ല കേട്ടോ, കോട്ട് ആൻഡ് കോട്ട്, വഖഫ് ഭൂമി എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഇവർ എൻക്രോച്ചേഴ്സാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് ഞങ്ങൾ യുമി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിലൂടെ ഇവരെന്ത് ചെയ്തു, ഇതിനെ വഖഫ് ഭൂമിയാണെന്ന് ഞങ്ങൾ സ്ഥിരീകരിക്കാൻ ശ്രമിച്ചു. അതിന്റെ അദ്ദേഹം പറഞ്ഞതാ, മുഖ്യമന്ത്രിയെ കോട്ട് ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞത് വഖഫ് ഭൂമിയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ പൊളിറ്റിക്കലി അപ്പോയിന്റഡായ ബോർഡ് ഞങ്ങളിത് പരിഹരിക്കാതിരിക്കാൻ 8ന്റെ പണി തരുന്നതിന്റെ ഭാഗമായി ബോധപൂർവ്വം എന്ത് ചെയ്തു, പുതുതായി രജിസ്റ്റർ ചെയ്തു. ഇതാണ് നല്ല ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിച്ചത്. എന്റെ വാദം, രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നത് എപ്പോഴാണ് നടന്നത്? 2019 ആ രജിസ്ട്രേഷൻ നടന്ന ഡോക്യുമെന്റ് ഞങ്ങളിപ്പോൾ നിയമാനുസൃതമായി അപ്ലോഡ് ചെയ്തു. ഇതുമാത്രമല്ല, ഇതുൾപ്പെടെ 10,000-കണക്കിന് ഡോക്യുമെന്റ് മുത്തവല്ലിമാർ അപ്ലോഡ് ചെയ്തു. മുത്തവല്ലിമാരില്ലാത്തത് 386 എണ്ണം. ഞാൻ നേരത്തെ നമ്പർ പറഞ്ഞു. ആ നമ്പർ ഈ ദിവസങ്ങൾക്കിടയിൽ ഇതുൾപ്പെടെ സാങ്കേതികമായി ചെയ്തു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ പറയും പറയാം പറയട്ടെ. ഞാൻ പറയാം, അത് ശ്രദ്ധിച്ചു കഴിഞ്ഞു. 2000 നാൾവഴികളിലേക്ക് പുറകോട്ട് ഞാൻ പോകാത്തതാണ്. മുഖ്യമന്ത്രിയുടെ വാദം എന്താണ്? ഈ ഗവൺമെന്റിന്റെ, ഞങ്ങളുടെ പൊളിറ്റിക്കലി അപ്പോയിന്റഡായ LDFന്റെ ഗവൺമെന്റ് എന്ത് ചെയ്തു?
LDFന്റെ വകുപ്പ് ബോർഡ് ഇത് ഇല്ലീഗലായിട്ട് എന്തോ ഒരു കാര്യം ചെയ്തിരിക്കുന്നു. അതില്ലാന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കളിലേക്ക് ചോദ്യത്തിലേക്ക് ഡയറക്റ്റായിട്ട് വന്നാൽ ഉത്തരം പറഞ്ഞാൽ നിസാർ കമ്മീഷന്റെ ശുപാർശകൾ, അതിന്മേലുള്ള കണ്ടെത്തലുകൾ, ഇതിനെല്ലാം ആസ്പദമാക്കി അപ്പോഴും രജിസ്റ്റർ ചെയ്യുന്നില്ല. നിസാർ കമ്മീഷൻ 2008 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2010 ആ കാലയളവിലാണ്. അല്ല, പിന്നീട് വരട്ടെ, അതിന്റെ പ്രൊസീഡിങ്സ് ഒരുപാട് നീണ്ടുപോകുന്നുണ്ട്. ആ ഒരുപാട് നീണ്ടുപോയ ഈ കാര്യം പൊടിതട്ടിയെടുത്ത് പൊളിറ്റിക്കലി അപ്പോയിന്റഡ് ആയ റഷീദ് അലി തങ്ങൾ ചെയർമാനായ കമ്മിറ്റി, വഖഫ് കമ്മിറ്റി ബോർഡ് എന്ത് ചെയ്യുന്നു? 2019 മെയ് മാസം 20 ഞാൻ നേരത്തെ പറഞ്ഞ 3 തീരുമാനങ്ങൾ എണ്ണിയെടുക്കുന്നു. ആ തീരുമാനത്തിൽ ഞാൻ വി.ഡി. സതീശനുള്ള മറുപടി പിന്നെയും പറയുന്നുണ്ട്. വി.ഡി. സതീശൻ പറഞ്ഞെന്താ? മുത്തവല്ലിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. മുത്തവല്ലി ഇല്ലാത്തപ്പോൾ ഇപ്പോൾ LDFന്റെ വഖഫ് ബോർഡ് സ്വമേധയാ അത് ചെയ്തിരിക്കുന്നു. ഇന്നലെ പറഞ്ഞ ഒരു ചാർജാണ്. റഷീദ് അലി തങ്ങൾ 2019 മെയ് മാസം 20 എടുത്ത 3ാമത്തെ തീരുമാനം ഇതാണ്. മുത്തവല്ലി ഈ മുനമ്പത്തെ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകാതിരുന്നാൽ സെക്ഷൻ 41 പ്രകാരം സുവോമോട്ടോ ബോർഡ് രജിസ്റ്റർ ചെയ്യണം. തീരുമാനമാണ്, നോക്കിയാൽ മതി, ഡോക്യുമെന്റ് അവൈലബിൾ ആണ്. എന്നിട്ട് അതിന്റെ താഴെ ഒന്നുകൂടി കൂട്ടിച്ചേർത്തു, ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ എറണാകുളം വഖഫ് ഓഫീസിലെ ജൂനിയർ ഡെപ്യൂട്ടി സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തി. ആരാ ചുമതലപ്പെടുത്തി? സുവോമോട്ടോ എടുക്കാൻ. സുവോമോട്ടോ എടുത്തത് ദുരുദ്ദേശത്തോടെയാണ്, ചെയ്യാൻ പാടില്ല എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. എന്ത് പഠിച്ചിട്ടാ പറഞ്ഞേ? എന്തറിഞ്ഞിട്ടാ പറഞ്ഞേ? ഇത്രയും സെൻസിറ്റീവായൊരു വിഷയത്തിൽ സ്വന്തം വീഴ്ചയും സ്വന്തം പോരായ്മയും മറച്ചു വെക്കാൻ വേറെ ആരുടെയെങ്കിലും മുകളിൽ കൊണ്ടുവയ്ക്കരുത്. വസ്തുതാപരമായി പറയണ്ടേ? അതാ ഞാൻ പറഞ്ഞത്. പഴയ ഈ നിലവിൽ തന്നെ ഇവർ ഡോക്യുമെന്റഡ് ആണല്ലോ. 2019 മെയ് മാസം, അതായത് 25/9/2019 മുതൽ ഇത് ഡോക്യുമെന്റഡ് ആണ്. അതിൽ കവിഞ്ഞ പുതിയൊരു സാഹചര്യവും വന്നിട്ടില്ല. അതുകൊണ്ട് പറയട്ടെ, ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നിലവിൽ ഗവൺമെന്റ് പോസിറ്റീവായ ഒരു സമീപനമെടുത്ത് അവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങണം. ഗവൺമെന്റ് എന്ന് പറയുന്നൊരു തുടർച്ചയാണ്. ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി പറയാണ്. LDFന്റെ ഗവൺമെന്റ് അക്കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഒരു കമ്മീഷനെ വെച്ചു. കമ്മീഷന്റെ തീരുമാനങ്ങളുടെ പശ്ചാത്തലത്തിൽ സബ് കമ്മിറ്റികളെ വെച്ചു. ഗവൺമെന്റ് കുറെ മുന്നോട്ട് പോയി. ഈ ഗവൺമെന്റ് നിയമാനുസൃതവും അതേസമയം തന്നെ അവരുടെ പ്രശ്നങ്ങൾ കൺസെൻസസിലെത്തി പരിഹരിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കണം, തുടരണം. അതിന് പോസിറ്റീവായ സമീപനം ഈ വഖഫ് ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകും, അതിലെ CPIM അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഇതാണ് പറയുന്നത്.